ബ്രോ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നീ എന്താണ് കൊച്ചുകുട്ടികളെ പോലെ? ഈ നിൽപ്പ് കാണാൻ എനിക്ക് വയ്യ. പുതിയൊരു വേഷാടുകയരുവത്തെ. നമ്മുടെ അമ്മ കെട്ടിത്തന്ന പുതിയൊരു വേഷം. അത് മറ്റുള്ളവർക്ക് ദഹിക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അത് ശീലായിക്കോളും. വിഷ്ണു, അളിയ, താൻ വന്നത് ആശ്വസിപ്പിക്കാനാണോ അതോ എൻ്റെ അവസ്ഥയിൽ വേദന ഉണ്ടെന്ന് പറയാനോ? ആരുടെയും കണ്ണീർ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കുന്നില്ല. വരുന്നവരുടെ എല്ലാം കണ്ണീർ വാക്കുകൾ കൊണ്ട് എൻ്റെ ഞരമ്പുകൾ വരെ മരവിച്ച അവസ്ഥയാണ്. സങ്കടക്കടലുകൾ കാണാനും താങ്ങാനും എനിക്ക് മനസ്സില്ല. നീ അർജുനെ വിളിച്ചോണ്ട് പോ. വിഷ്ണു, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ? നമുക്കിങ്ങനെ കിടന്നാൽ മതിയോ? ചന്ദ്രബോസും നോൺ അവൈലബിൾ കണ്ടുകൊണ്ട് കളത്തിലിറങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം കണ്ടുകൊണ്ട് കളത്തിലിറങ്ങണം. നമ്മൾ അതിൻ്റെ അപ്പുറം കണ്ട് കളത്തിലിറങ്ങണം. നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ഞാനാ. അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണം. അതിനാണ് ഞാൻ വന്നത്. അർജുൻ, കാർത്തിയെ ഞാൻ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി. അവളെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ കാറി വെച്ച് കത്തിച്ചു. നെട്ടൂര് പാലത്തിന് താഴെ വെച്ച്. പ്രതികളാക്കപ്പെട്ടവർ സമ്മതിച്ചു കഴിഞ്ഞതാ. വിഷ്ണു, അത് കള്ളമാണെന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഡിഫൻസ് വക്കീൽ എന്ന നിലയിൽ എൻ്റെ ചുമതലയാണ്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് പറയാനും ഈ ജാമ്യാപേക്ഷ ഒപ്പിടിക്കാനുമാണ് ഞാൻ വന്നത്. ഇതിലൊന്ന് ഒപ്പിട്. ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിച്ചാരാ? എൻ്റെ അമ്മയല്ലേ? ആ അമ്മയോട് അർജുൻ പോയി പറയണം ഈ വിഷ്ണുവിന് ജാമ്യം വേണ്ടെന്ന്. കോടതിയിൽ കുറ്റം ചെയ്ത് ഞാനാണെന്ന് സ്വയം ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ തയ്യാറാണെന്ന്. വിഷ്ണു, പുറത്തു നിൽക്കുന്നതിനേക്കാൾ സുഖാടോ അകത്ത് കിടക്കാൻ? കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ബാക്കി ജീവിതം ചെയ്യില്ല. പുറത്തൊന്നും ചെയ്യാനില്ലാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് കണ്ടു നിൽക്കുന്നേക്കാൾ എത്രയോ ഭേദമാ. എത്രയോ പേര് ജയിലിൽ പാറ പൊട്ടിച്ചോ ചപ്പാത്തി ഉണ്ടോക്കെയോ കഴിയുന്നത്. ആരും ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ. സ്നേഹിക്കുന്നവരുടെ കണ്ണീരും കണ്ട. എൻ്റെ അമ്മയോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ ഭേദം